കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള തന്റേടവും പ്രവർത്തകരുടെ പിന്തുണയുമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന പ്രവർത്തകരുടെ നേതാവാണ് കെ സുധാകരൻ. ബ്രേക്കിംഗ് ന്യൂസിനായി മുട്ടിനിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നത് പോലെ സാമുദായിക നേതാക്കളുടെ പിന്തുണയല്ല കോൺഗ്രസ് പ്രസിഡന്റ് ആവാനുള്ള മാനദണ്ഡം. എത്ര അർത്ഥവത്തായ വാക്കുകൾ അല്ലേ, എത്ര മനോഹരമായ വാക്കുകൾ. പക്ഷേ ഈ വാക്കുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന 19 വയസ്സുകാരൻ SFI പ്രവർത്തകനെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന 1-ാം പ്രതി നിഖിൽ പൈലിയാണ്. തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കെ സുധാകരനൊപ്പമുള്ള ഒരു ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണത്. രാഷ്ട്രീയ അനുഭാവികളെ ഫാൻസ് അസോസിയേഷനാക്കി വളർത്തിയെടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ചെന്നിത്തലയുമൊക്കെ അനുഭവിക്കുന്നത്. എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് സ്വന്തം നേതാവിനെ, അതായത് VD സതീശനെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും സൈബർ കൂട്ടങ്ങൾ ആക്രമിക്കുന്നത്. താരകൻ, കേക്കച്ചൻ, തെറീശൻ, ചതീശൻ, ഈ പേരുകളൊക്കെ ചാർത്തി കൊടുത്തതും ഇപ്പോൾ വിളിച്ചുകൊണ്ട് നടക്കുന്നതും ഒന്നും CPM അനുഭാവികളോ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനാ ഭാരവാഹികളോ പ്രവർത്തകരോ ഒന്നുമല്ല. സമാധാന പാർട്ടിയുടെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. സതീശനെ മാത്രമല്ല, കോൺഗ്രസിലെ വനിതാ നേതാക്കളെ വരെ ഇക്കൂട്ടർ വെറുതെ വിടുന്നില്ല. ഇവരുടെ സൈബർ ആക്രമണത്തെ ഭയന്ന് തലയും മുഖവും മറച്ച് നാവും മടക്കി കോൺഗ്രസുകാർക്ക് തന്നെ മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. മുൻപ് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെറി അഭിഷേകം നടത്തിയപ്പോൾ ആസ്വദിച്ചവരും പ്രോത്സാഹിപ്പിച്ചവരും ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാലത്തിൻ്റെ കാവ്യനീതിയാണത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി OLX-ൽ പരസ്യം നൽകിയവനാണ് രാഹുൽ മാങ്കൂട്ടം. അന്ന് പുള്ളിക്കാരൻ അഴിച്ചുവിട്ട കാളയെ കണക്കായിരുന്നു എവിടെയും ചെന്ന് കയറുന്ന പ്രകൃതം. എന്നാൽ ഇന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തിനെ OLX-ൽ പോലും കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഷാഫി ഗ്രൂപ്പിൻ്റെ നീക്കത്തെ സ്പീക്കർക്ക് സതീശൻ കത്തുകൊടുത്ത് തടഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിൽ നടന്ന ഡോക്ടർ അരുൺകുമാർ നയിച്ച ചർച്ച ഒന്ന് കേൾക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെയും VD സതീശനെയും വെള്ളയടിക്കാനെത്തിയ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീകുമാറിൻ്റെ വാദങ്ങളും അതിന് ചർച്ചയിൽ CPM-ന് വേണ്ടി പങ്കെടുത്ത അരുൺകുമാർ നൽകിയ മറുപടിയും അത് കേൾക്കുമ്പോൾ ശ്രീകുമാർ ഇരിക്കുന്ന ഇരിപ്പും ഒന്ന് ശ്രദ്ധിക്കണം. നിയമസഭാ സമ്മേളനം ഇക്കുറി ചേരുമ്പോൾ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് CPM-ന്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും MLA കൂടിയായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ എത്തുക. വ്യാപക പോലീസ് അതിക്രമങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, ഇതെല്ലാം ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ആരോപണ വിധേയനായ MLA പോകുമ്പോൾ അതിലേക്ക് കേന്ദ്രീകരിച്ച് ഭരണപക്ഷം ഉണ്ടാക്കാവുന്ന ഒരു ബഹളമുണ്ട്. ആ ബഹളത്തിൽ ഈ വിഷയങ്ങൾ മുങ്ങിപ്പോകും. ഈ വിഷയങ്ങൾ മുങ്ങിപ്പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശ്രീ രാഹുൽ എങ്കിൽ അദ്ദേഹം ആ സഭയിലേക്ക് വരില്ല. സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ വേണം. അതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ കൗശലം എന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, ശ്രീകുമാർ അതും പറയും, അതിന്റെ അപ്പുറത്തും പറയും. ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് CPM ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. ഏതെങ്കിലും ഈ പരാതികൾ ഉന്നയിച്ചവരോ തെളിവ് പുറത്തു കൊണ്ടുവന്നവരോ വോയിസ് മെസ്സേജ് പുറത്തു വന്നപ്പോഴും അതിനെ CPM-ഉമായിട്ട് കണക്ട് ചെയ്യാനും CPM-ന്റെ ഗൂഢാലോചനയാണെന്ന് പറയാനും 1% ഒരു തെളിവ് പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല. ഈ ചിത്രത്തിൽ ഒന്നും ഞങ്ങളില്ല. ഒരു 2-2.5 കൊല്ലം മുമ്പ് കോൺഗ്രസിന്റെ തന്നെ സഹയാത്രികയായ ജോഡോ യാത്രയിലധികം പങ്കെടുത്ത ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ നടി കൊടുത്ത പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ അടക്കം വന്നിരുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ പരാതി പ്രവാഹത്തിന്റെ തുടക്കം, ആ പരമ്പരയുടെ തുടക്കം അതല്ലേ? അവർ അടക്കം ഇപ്പൊ മൊഴിയും കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയോ പരാതികളും തെളിവുകളും പുറത്തു വരുമ്പോൾ ഒരു ഘട്ടത്തിലും CPM-നെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. പിന്നെ ഈ സഹയാത്രികരും കോൺഗ്രസ് പ്രതിനിധികളൊക്കെ വന്ന് CPM-നെ ആക്രമിക്കാനുള്ള ഓരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു 7 മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ശ്രീകുമാർ മനസ്സിലാക്കണം, നമ്മൾ അമേരിക്ക പിന്നിലാക്കി. താങ്കൾ അറിഞ്ഞോ?
ഏതാ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി കേരളം മുന്നേറി. താങ്കളൊന്നും അത് മനസ്സിലാക്കില്ല. കാരണം നൂറുകണക്കിന് കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് അവാർഡ് കൊടുക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പ്രകടന പത്രികയിൽ 900 കാര്യങ്ങളാണ് 2021 ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. ആ പ്രകടന പത്രികയിൽ രണ്ടാം പിണറായി സർക്കാർ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23 പുറത്തിറക്കിയപ്പോ അതിൽ 729 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 131 കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ 900 കാര്യങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക പൂർണ്ണമായി പൂർത്തീകരിക്കും. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞത് ഇന്നത്, ചെയ്തത് ഇന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്, ഇനി ഈ 5-8 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു, താങ്കൾ അറിഞ്ഞോ? അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത കുറഞ്ഞ സ്ട്രക്ചറുകൾ ഏതൊക്കെ അടിയന്തരമായി മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാ. ഇത്ര ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും താങ്കൾക്ക് വേറെ എവിടെ കാണാൻ കഴിയും? നിങ്ങൾ കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ കോൺഗ്രസ്, ചില മാധ്യമങ്ങളടക്കം? ഏത് ട്രഷറി പൂട്ടുന്നു, ഇവിടുത്തെ സപ്ലൈകോ വലിയ പ്രതിസന്ധി, ദേ അടഞ്ഞുകിടക്കുന്ന അലമാര, പട്ടിക മറ്റേ സാധന സാമഗ്രികളുടെ അലമാര. എന്തു പറ്റി ഈ ഓണത്തിന്? ഒരു നെഗറ്റീവ് വാർത്ത ഈ കേരളത്തെ കുറിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 20,000 കോടി രൂപയുടേതാ പണം വിതരണം ചെയ്ത് എല്ലാവരെയും സംതൃപ്തരാക്കി. പെൻഷൻ കുടിശ്ശികയൊക്കെ നിങ്ങൾ എടുത്ത് പറയാറുണ്ടല്ലോ. ഇപ്പൊ എവിടെയാ കുടിശ്ശിക? എല്ലാ വിഭാഗം ആളുകൾ സംതൃപ്തിയോടെ ഓണം ആഘോഷിച്ച് മാവേലിക്ക് സ്വീകരണവും വരവേൽപ്പും അതിനുശേഷം ഇവിടെ കൃത്യമായി പുലികളിയോടെ യാത്രയപ്പും കൊടുത്ത ഈ ഓണം, ഇതുപോലൊരു ഓണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക? വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ എറ്റവും മഹത്തായ മാതൃക ഞങ്ങൾ സൃഷ്ടിച്ചില്ലേ? ഇന്ന് എന്താ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നിങ്ങൾക്കറിയോ? അർബൻ കോൺക്ലേവ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ശബരിമല സംഗമം, ന്യൂനപക്ഷ സംഗമം, ഇതൊക്കെ നടത്തും, എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് വേണ്ടി ചർച്ച ചെയ്ത് സമയം കളയാൻ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ഭാഗമാക്കായിട്ടില്ല. ആരോപണം വന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വി ഡി സതീശൻ ഇതിലും മെച്ചപ്പെട്ട പരാതി എന്റെ കയ്യിലുണ്ട്, മികച്ച പരാതിയുണ്ട്. പറഞ്ഞ ബോംബ് എവിടെ? അതുപോലെ AI ജനറേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ UDF കൺവീനർ. അങ്ങനെയാണെങ്കിൽ എന്തിയാ ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത്? വോയിസ് മെസ്സേജ്, ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നിർബന്ധ അബോർഷൻ നടത്തിയോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. നിന്നെ തീർക്കാൻ 1 മിനിറ്റ് മതി, എനിക്കൊരു സെക്കൻഡ് മതി എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ഉണ്ട്. അത് തന്റേതല്ലെങ്കിൽ ആരാണ് പരിശോധനയ്ക്ക് അയക്കേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന നിങ്ങളുടെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ ചരിത്രം പുറത്തു വന്നില്ലേ? ഇത്ര അസാധാരണമായ രീതിയിൽ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടി കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ആ സാങ്കേതിക വിദ്യ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, യൂത്ത് കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, ലീഗുകാരെ ഒന്ന് പഠിപ്പിക്ക്. ഇത് എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ കൺവീനർ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? പുറത്താക്കിയെന്ന ഒരു വിഭാഗം, പുറത്താക്കിയിട്ടില്ല ഒഴിഞ്ഞു പോയതാണ് ഒരു വിഭാഗം. നിങ്ങൾ റോൾ മോഡലായി, റീൽസായി, വീഡിയോയായി, മാതൃകയായി ചിത്രീകരിച്ച നേതാക്കന്മാർ ആരാ ഇപ്പൊ മുഖ്യധാരയിലുള്ളത്? ഈ പ്രതിസന്ധിക്ക് കാരണം ഞങ്ങളാണോ? ഞങ്ങളല്ലല്ലോ. ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യം, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അനാശാസ്യത്തിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുന്ന പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞു, ഏത് അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ ആരോപണം ഉന്നയിച്ചു. നിങ്ങളുടെ നേതാവിനെ, ആ ആരോപണം ഉന്നയിച്ച നേതാവിനെ അനാശാസ്യത്തിന്റെ പേരിൽ പുറത്താക്കിയ പത്രവാർത്തയുടെ താളുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതിച്ചോർ പൊതിഞ്ഞ് ഞങ്ങൾ ഈ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും കൊടുത്തു. നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ച് നടന്നു. ഇപ്പോൾ അത് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ OLX-ൽ അന്വേഷിച്ച് നടക്കേണ്ടി വന്ന സാഹചര്യം കേരളം കാണുകയാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ തള്ളി പറയേണ്ട, നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ടെന്നേ. അതിലല്ലേ സുജിത്തിന്റെ വിഷയമുള്ളത്? ഇപ്പോഴും സർവീസിൽ തുടരുന്ന 4 നരാധമന്മാരായ പോലീസുകാരുള്ളത്, ഇപ്പോഴും സർവീസിൽ തുടരുന്ന മധു ബാബു എന്ന DYSP ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അവിടെ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം വേണം. എന്നിട്ട് പൂവൻകോഴിയെ പോലെ കൂവണം. അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. അല്ല ഡോക്ടർ അരുൺ, അത് ഞങ്ങളുടെ തലയിൽ വെക്കല്ലേ. ബയോളജിക്കൽ തന്തയാണോ പൊളിറ്റിക്കൽ തന്തയാണോ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ ഉണ്ടാക്കി വളർത്തിയ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മകളുടെ പിതൃത്വം ചോദിച്ചതൊക്കെ ഞങ്ങളല്ല, ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് കോഴിയെ പോലെ കൂവുമെന്ന് പറഞ്ഞതൊന്നും ഞങ്ങളല്ല. ഞങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ പോലീസ് മർദ്ദനം വരട്ടെ, അടിയന്തര പ്രമേയം വരട്ടെ, ചർച്ച വരട്ടെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റിനുണ്ട്. താങ്കൾക്കറിയോ 2.5 കൊല്ലം മുമ്പ് വന്ന വിഷയം, ഈ വിഷയത്തെ ഒന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. കൃത്യമായി നടപടി സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകും. 9 വർഷത്തിനിടയിൽ 114 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഗവൺമെന്റ്. ആരോപണം വന്നപ്പോൾ 739 പോലീസുകാർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 350ഓളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത്തരത്തിൽ പോലീസ് നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും
കൃത്യമായിട്ടും നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ, അണ്ടർ എൻക്വയറി റിപ്പോർട്ട് വന്നാൽ ഡിസ്മിസൽ, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം താങ്കൾ ഓർക്കണം, തന്റെ മകന്റെ, പ്രിയപ്പെട്ട മകന്റെ ഒരസ്ഥി കഷ്ണമെങ്കിലും ബാഹ്യക്രിയ ചെയ്യാൻ, അവസാന പ്രക്രിയ ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നീതിന്യായ പീഠങ്ങൾ മുഴുവൻ കയറിയിറങ്ങിയ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ പേരറിയോ? ഈശ്വര വാര്യർ എന്ന് പറയുന്ന പ്രൊഫസറാണ് അച്ഛൻ. അവസാനം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കരുണാകരന്റെ പോലീസ് ഉണ്ട്. ഈ രാജ്യത്ത് ആദ്യമായി ഹേബിയസ് കോർപ്പസ് പെറ്റീഷന്റെ ഭാഗമായി ഒരു ഗവൺമെന്റിന് രാജിവെച്ച് പോകേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഈ ചരിത്രമൊന്നും ആരും മറന്നുപോയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ വരട്ടെ, എണ്ണമെച്ച് കൃത്യമായി മറുപടി പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനവും ഗവൺമെന്റുമാണ്. നമുക്ക് സംവാദമാകാം, ചർച്ചയാകാം. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. ഒരു MLA എന്ന രൂപത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാതൊരു തരത്തിലുള്ള അയോഗ്യതയും നിലവിലില്ല. അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. നിരവധി പരാതികൾ പൊതുസമൂഹത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് പല വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിയമസഭാ അംഗം എന്ന രൂപത്തിൽ അദ്ദേഹം നിയമസഭയിൽ ഹാജരാക്കുന്നതിനെ വിലക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും മറ്റൊരു ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്നോ പോലീസ് സംവിധാനത്തിൽ നിന്നോ നിലവിലില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കാം. പക്ഷേ ധാർമ്മികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. കാരണം ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഏതെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചൊരു നിയമ നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് പൊതുസമൂഹത്തിൽ തെളിവുകളോടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എന്ന രൂപത്തിൽ പുറത്തുവന്ന വോയിസ് മെസ്സേജുകൾ, ആ വോയിസ് മെസ്സേജ് എന്റേതല്ല എന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അത് നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ആ വോയിസ് മെസ്സേജിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോലീസിനെയോ കോടതിയോ സമീപിച്ചിട്ടുമില്ല. ഫോറൻസിക് ലാബുകളടക്കമുള്ള ലാബുകളുണ്ട്. ആ ലാബുകളിൽ പോയി പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വോയിസ് മെസ്സേജ് പുറത്തു വന്ന്, പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് വരുമ്പോൾ അതിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേരിപ്പിക്കുന്ന സാഹചര്യം, നിന്നെ കൊന്നുകളയാൻ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്ന വോയിസ് മെസ്സേജ് അടക്കം പരിശോധിക്കണമെന്നോ അത് എന്റേതല്ലെന്നോ അത് കൃത്യമായി ഫോറൻസിക് ലാബിൽ പരിശോധിക്കണമെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയോ ആ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത സംപ്രേഷണം ചെയ്തതാണ് എന്ന് കൃത്യമായി തെളിവുകളുടെ അകമ്പടിയോടെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന മുഴുവൻ പരാതികളിലും ഉന്നയിക്കപ്പെട്ട സാഹചര്യം അതേപോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭ പോലുള്ള ഉയർന്ന സഭയിൽ അദ്ദേഹം വരണമോ, അദ്ദേഹത്തെ വരുത്തണമോ? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരുന്നു, നടപടിയെടുത്തു എന്ന് കോൺഗ്രസ് പറയുന്നു. ഒരു കുറിപ്പ് പോലും ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. സസ്പെൻഷനാണോ, ഡിസ്മിസലാണോ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ, റിമൂവൽ ആണോ, ഒന്നും ആധികാരികമായിട്ടുള്ള ഒരു തെളിവുമില്ല. ഒരു മാസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചുള്ള നടപടി സെപ്റ്റംബർ മാസം 25-ാം തീയതി പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം അദ്ദേഹം സ്വാഭാവികമായും ഭരണഘടനാപരമാണെങ്കിൽ തിരിച്ചു വരും. അപ്പൊ അത്തരം ഒരു സാഹചര്യം എല്ലാം ഉള്ളപ്പോൾ അതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭയിൽ വരുന്നതോ വരാതിരിക്കുന്നതോ ഒരു പ്രശ്നമല്ല. പക്ഷേ പൊതുസമൂഹത്തിൽ ഒരു യുവജന നേതാവിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത്ര ഗുരുതര സ്വഭാവത്തോടെ തന്നെ നിലനിൽക്കുന്നു. ഈ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടീമിനെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് രാത്രി മാർച്ച് നടപ്പിക്കുന്നു, പോലീസുകാർക്കെതിരെ തീപ്പന്തം എറിയുന്നു, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി ചാനൽ വാർത്താ സംഘത്തെ ആക്രമിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, വലിയ ആക്രമണം സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട്, ഗൗരവത്തോടെ തന്നെ കാണുകയാണ്. ഈ സാഹചര്യത്തിലും ചൂരൽമല മുണ്ടക്കൈ പോലുള്ള ദുരന്തത്തിൽ ശേഖരിച്ച പണത്തിന്റെ കണക്കുകളടക്കം പൊതുസമൂഹത്തിൽ നിന്ന് മുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ മുക്കിക്കളയാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് തീരുമാനിക്കാം, വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കാം നിയമസഭയിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്ന്. പക്ഷെ ഉയർന്ന വന്ന എല്ലാ തെളിവുകളും എല്ലാ ആരോപണങ്ങളും അതേപോലെ തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. MLA സ്ഥാനം രാജിവെക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടവർ ഇപ്പൊ പറയാ MLA ആയിട്ട് വരാൻ യോഗ്യതയുണ്ടെന്ന്. അപ്പൊ അന്ന് ആവശ്യപ്പെട്ടത് എന്തിനാ? അപ്പൊ ഇപ്പോഴും പറയേണ്ടത് രാജിവെക്കണമെന്നല്ലേ CPM നിങ്ങൾ രാജിവെപ്പിച്ചില്ലല്ലോ. കോൺഗ്രസ് രാജിവെക്കണം എന്ന് CPM ആവശ്യപ്പെടാം, അത് രാഷ്ട്രീയമായ ആവശ്യമാണ്. രാജിവെക്കാത്തിടത്തോളം കാലം നിയമസഭയിൽ വരാം, അതല്ലേ അതിന്റെ സത്യം. അദ്ദേഹം കോൺഗ്രസിലില്ല, പാർലമെന്ററി പാർട്ടിയോ അല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് രാജിവെപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കോൺഗ്രസ് ആണ്, CPM അല്ല. CPM പറയാനേ പറ്റൂ, CPM അംഗമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് രാജിവെക്കാം, വെക്കാതിരിക്കാം, സഭയിൽ പോകാം, സസ്പെൻഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ.
ഡോക്ടർ അര സെക്കൻഡ് അല്ല, സെപ്റ്റംബർ 25 വർദ്ധിത തിരിച്ചു വരും. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടി. ശ്രീ സർകുമാർ എല്ലാ ബഹുമാനത്തോടും ചോദിക്കുക, എത്ര നാളത്തേക്കാ നടപടി? എത്ര നാളത്തേക്കാ ഒന്ന് പറയാമോ? ഒരു കുറിപ്പ് കൊടുക്കാൻ, ഒരു പ്രസ് റിലീസ് കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയായിട്ട് അതമ്പതിച്ചല്ലോ നിങ്ങളുടെ പാർട്ടി. ഒരു മര്യാദയ്ക്ക് വേണ്ട മര്യാദ. നിങ്ങളുടെ ഭരണഘടന സെപ്റ്റംബർ 25 പുറത്തു വരും. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് 15-ാം തീയതി. 10 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് അംഗമായി തിരിച്ചു വരും. അനിശ്ചിതകാലത്തേക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ ഒരു സസ്പെൻഷൻ സാധ്യമാണോ ശ്രീകുമാർ? പരമാവധി 1 മാസം വരെയല്ലേ?